മൂന്നാറെത്തി അതേ ദിവസം തന്നെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്നും, അതായത് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അടുത്ത ദൂരം. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അവിടെ കണ്ട ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയിൽ 2 ടൈപ്പ് ഇല. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അറിയുന്നുള്ളവർ പറയും. പിന്നെ എവിടെ തിരിഞ്ഞാലും കാണുന്ന തേയിലത്തോട്ടം അങ്ങോട്ട് നേരെ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോയി. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം ഇറങ്ങാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വ്യൂ പോയിന്റ് കാണാനാണ് പോയത്. അവിടെ ഈ ബോട്ട് റൈഡിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എൻട്രൻസ് ഫീസ് തന്നെ സെപ്പറേറ്റ് കൊടുക്കണം. അതിൻ്റെ കൂടെ ബോട്ട് റൈഡിങ്ങിനും സെപ്പറേറ്റ് പേയ്മെൻറ്റാണ് വരാം. വ്യൂ പോയിൻ്റ് അടുത്തുള്ള സ്റ്റോളുകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ക്യാഷ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഒന്നും റേഞ്ച് ഒന്നും കിട്ടില്ല. പിന്നെ കടയിലുള്ളവർ സഹകരിച്ച് വൈഫൈ ഒക്കെ തരും. വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് ഡാമിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ സൺസെറ്റ് നല്ല വൃത്തിയെ കാണാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് നേരെ മൂന്നാർ ടൗണിലോട്ട് വന്നു. അവിടെ 2 അപ്പൂപ്പന്മാർ നടത്തുന്ന ഒരു ചെറിയ കടയാണ്. ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ഓംലേറ്റും ചായയുമാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ഓംലേറ്റും ചായ വാങ്ങിച്ചു. ഒരു ഡബിൾ ഓംലേറ്റിന് 40 രൂപയാണ് ചാർജ് വരിക. പിന്നെ നൈറ്റ് തിരിച്ച് വന്ന ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഗസ്റ്റ് ഹൗസിലെ ഫുഡ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മോർണിംഗും നൈറ്റും മാത്രമേ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി വടക്ക് നോക്കി സിനിമയും കണ്ട് ഞങ്ങൾ വാങ്ങിയ സ്നാക്സും കഴിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.